നമുക്കൊരു വീട് പണിത് തീർക്കാനായിട്ട് സാധിക്കുകയില്ല. അത് വളരെ നാൾക്ക് മുമ്പ് കടന്നു പോകുന്നൊരു മേഖലയാണ് നമുക്കറിയാം, കാർഷിക മേഖല. അപ്പൊ ഇവിടെയാണെങ്കിലും ഈ കർഷകര് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് അതിനനുസരിച്ചുള്ള വരുമാനം. എല്ലാവർക്കും നമസ്കാരം. സ്ഥാനാർത്ഥികളോടൊപ്പം വാര്യന്റെ ചാനലിന്റെ പ്രോഗ്രാമിൽ നമ്മൾ എത്തിയിരിക്കുന്നത് 10ാം വാർഡിലെ കൂട്ടിക്കൽ പഞ്ചായത്തിലെ 10ാം വാർഡിലെ UDFന്റെ സ്ഥാനാർത്ഥി അനു ഷിജുവിനോടൊപ്പമാണ്. നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോകാം. അതോടൊപ്പം നമുക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു പ്രത്യേക കാര്യം, നമ്മൾ പ്രോഗ്രാം ആരംഭിച്ചതാണ് 26ഓളം സ്ഥാനാർത്ഥികളുമായിട്ടുള്ള പരിപാടി നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനി 10-20 സ്ഥാനാർത്ഥികളുണ്ട്. എല്ലാവരെയും കിട്ടുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. എന്നാലും നിങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ അനു ഷിജുവുമായിട്ടുള്ള ചോദ്യോത്തര പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ചോദ്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ? കണ്ടു. സാധാരണ ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന എന്ന് നമുക്ക് തീർച്ചയായിട്ടും ബോധ്യമുള്ള ഒരു 2-3 ചോദ്യമാണ്. അപ്പം ഓരോരുത്തർ അവരവരുടേതായ രീതിക്ക് മറുപടി പറയുന്നു. താങ്കളെ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ലൈഫ് ഭവന പദ്ധതിയിൽ 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇല്ല എന്നാണ് താങ്കളുടെ മറുപടിയെങ്കിൽ ഈ നമ്മളെ പഞ്ചായത്ത് വാർഡിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കാൻ സാധിക്കും? തീർച്ചയായും 4 ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു വീട് പണിത് തീർക്കാനായിട്ട് സാധിക്കുകയില്ല. അത് വളരെ നാൾക്ക് മുമ്പ് തന്നെ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയമാണിത്. കാരണം ഞാനിപ്പോൾ 2 വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്തുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് 2 വർഷത്തെ ഒരു മുന്നറിവുണ്ട്. അപ്പൊ അതിന്റെ വെളിച്ചത്തിലും ഈ 4 ലക്ഷം രൂപ തീർച്ചയായും നമുക്ക് മതിയാവുകയില്ല. ഇപ്പം നമുക്ക് പറയാൻ സാധിക്കും, ഒരു വെയിറ്റ് ഷെഡ് നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് നിർമ്മിക്കുന്നു. അതിന് നമുക്ക് നമ്മൾ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയാണ് ഇവ നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫണ്ടുകൾ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേനും ഈ ഇതുകൊണ്ട് നമുക്ക് ഇത് ഉയർത്തണമെന്നാണ്, കൂട്ടിക്കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഓട്ടഭ്യർത്ഥന വേളയിലും പല വാർഡുകളിലും കടന്നു പോയപ്പോഴാണെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വാർക്ക വരെ ആയുള്ള വീടുകളുണ്ട്, പിന്നെ കട്ട കെട്ടിയ അങ്ങനെ ഭാഗികമായിട്ട് നിർമ്മിച്ച പല വീടുകളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. കാരണം ഈ പല വീടുകളും പല കുന്നുമുകളിലോ പല പ്രദേശങ്ങളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ സാധനങ്ങൾ അവിടെ എത്തിക്കുവാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതൊരു പ്രധാന പ്രോബ്ലമാണ്. പിന്നെ അത് ഈ നിലവിലുള്ള സാഹചര്യത്തിൽ വരുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത്, നമുക്ക് സന്നദ്ധ സംഘടനകളൊക്കെ വെച്ച് നമുക്ക് ഈ സാധനങ്ങളൊക്കെ അവിടെ എത്തിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ നമുക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെ വന്നാലും 4 ലക്ഷം രൂപ എന്നുള്ള സംഭവം അത് ഉയർത്തിക്കൊണ്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന് വളരെ നല്ല രീതിയിലുള്ള മറുപടി കിട്ടിയ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായി എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു? പ്രത്യേകിച്ച് റബ്ബർ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ മേഖലയിൽ ഏറ്റവും കൂടുതലുള്ളത് റബ്ബർ കൃഷിയും റബ്ബർ കർഷകരും ആയതുകൊണ്ട് അവർക്ക് 10 പൈസ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കളത്തിൽ നമ്മുടെ ഈ ടൗണിലും ഒക്കെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഈ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശം. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ പ്രദേശം കാർഷിക മേഖലയാണ്. അപ്പോൾ ഇന്ന് വളരെയധികം പ്രതിസന്ധികളുടെ കടന്നു പോകുന്ന ഒരു മേഖലയാണ് നമുക്കറിയാം കാർഷിക മേഖല. അപ്പൊ ഇവിടെയാണെങ്കിലും ഈ കർഷകര് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് അതിനനുസരിച്ചുള്ള വരുമാനം അവർക്ക് ലഭിക്കുന്നില്ല. ഇപ്പൊ കാർഷിക വിഭവങ്ങളാണെങ്കിൽ തന്നെ അവർ കൃഷി ചെയ്തെങ്കിലും അതെല്ലാം വന്യമൃഗങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിനെതിരെ നടപടികൾ നമ്മൾ തീർച്ചയായും കൊണ്ടുവരണം. അവർക്ക് അവരുടെ ജീവൻ നിലവാരം അവർക്ക് ഉയർത്തിക്കൊണ്ട് വരണം. തന്നെയുമല്ല, നമ്മുടെ ഇവിടെയുള്ള വിദ്യാസമ്പന്നരായവർ അവര് വിദേശങ്ങളിലേക്ക് അവര് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുവാൻ സാധിക്കുന്നു. അപ്പൊ അതൊക്കെ വന്നിട്ട് ശരിക്കും പറയും നമ്മുടെ നാടിന് തന്നെ അതൊരു ഭയങ്കര പ്രതിസന്ധിയാണ്. ഇവിടുത്തെ, അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പോലെ തന്നെ ബ്രെയിൻ ഡ്രെയിൻ തിയറി ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ, ഇവിടുത്തെ ബുദ്ധിവർഗങ്ങൾ മറ്റ് ദേശങ്ങളിലേക്ക് പോകുന്നു, അവർക്ക് അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. നമ്മുടെ ഇവിടെ വീണ്ടും ഈ നമ്മൾ അധോഗതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ ഈ അവസ്ഥ എങ്ങനെയാണല്ലോ അത് കയറ്റിക്കൊണ്ട് വരണം. റബ്ബർ മേഖലയിലാണെങ്കിൽ നമുക്കറിയാം 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ വില, അപ്പോൾ അത് എല്ലാവരെയും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എന്നാൽ കഴിയുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് നടപടി ചെയ്യാൻ സാധിക്കുന്നത് അത് നമ്മൾ പഞ്ചായത്ത് തലത്തിലാണെങ്കിലും ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി നമുക്ക് സർക്കാരിന് കൈമാറുകയോ അങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വളരെ നന്ദി. താങ്കൾ നല്ല രീതിയിൽ നമ്മുടെ 2 ചോദ്യങ്ങൾക്ക് മറുപടി നൽകും. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, താങ്കൾ വിജയിച്ചാൽ ഈ വാർഡിൽ ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി എന്താണ്? നമ്മൾ മത്സരാർത്ഥിയായിട്ട് രംഗത്തെത്തുമ്പോൾ നമുക്ക് ആ വാർഡിനെ കുറിച്ച് നല്ല രീതിയിൽ ആ വാർഡിനെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ വാർഡിലെ എന്താണ് പോരായ്മ എന്നുള്ളത് നമ്മൾ
പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി നേടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വപ്ന പദ്ധതി ഉണ്ടാവും. അങ്ങനെ ഒരു സ്വപ്ന പദ്ധതി താങ്കൾക്കുണ്ടോ? അങ്ങനെ ചോദിച്ചെങ്കിൽ ഇപ്പൊ നമ്മൾ പോയെങ്കിൽ നമുക്ക് ലഭ്യമാകുന്ന ഫണ്ടുകൾ നമുക്ക് എങ്ങനെ ഏത് മേഖലയ്ക്കാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് എന്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ നമുക്ക് ഒരു മെമ്പർ നിധി നമുക്ക് കിട്ടുന്ന വിഹിതം അത് വിനിയോഗിക്കുക. അത് എത്ര ആയിക്കൊള്ളട്ടെ. അപ്പോൾ അത് വിനിയോഗിച്ച് ഏത് മേഖലയിലാണോ അത് പൂർത്തീകരിക്കുക എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പം പോയപ്പോഴാണെങ്കിലും ആൾക്കാർ മെയിനായിട്ട് പറഞ്ഞൊരു സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. മുകൾ സൈഡിലായിട്ട് തേമ്പുഴ ഭാഗത്ത് മാത്തുമല സൈഡിൽ അങ്ങനെ വലിയ പ്രശ്നം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതെന്റെ മനസ്സിലുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഞാൻ ബ്ലോക്കിലാണെങ്കിലും ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് എന്തൊക്കെ പദ്ധതികളുണ്ടോ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് പൂർത്തിയാക്കുക. ഇപ്പം 2 വർഷത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം അവിടെ ഉണ്ടായിരുന്ന പദ്ധതികൾ അത് എനിക്ക് കിട്ടിയ ഫണ്ടും അതായത് ഫണ്ട് കുറവാണെങ്കിൽ 10 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിലും അത് പദ്ധതികൾ പൂർത്തീകരിച്ചു. ഇപ്പൊ ഈ 25-26 വർഷത്തെ പദ്ധതിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ച് വരുന്നത്. അപ്പൊ അതിലൊരു സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയ്ക്കാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് വഴി കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തീർത്തും അത് സന്തോഷമുണ്ട്. അപ്പൊ പല കാര്യങ്ങളും നമുക്ക് ജനങ്ങൾ അറിയുന്നില്ല. ഈ അപേക്ഷ വെക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഈ ഗ്രാമസഭാ ലിസ്റ്റിലാണെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷകൾ വെക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെയോ ബ്ലോക്ക് പഞ്ചായത്ത് വഴിയുള്ള നടക്കുന്ന പദ്ധതികൾ വെക്കുവാൻ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ ബ്ലോക്ക് പഞ്ചായത്ത് ശരിക്കും പറയുവാണെങ്കിൽ നമുക്കൊരു വ്യക്തിഗതമായിട്ട് പദ്ധതികളിലെ ഗ്രൂപ്പുകൾക്കാണ്. അപ്പോൾ ആ രീതിയിൽ അതായത് സംഘങ്ങൾ രൂപീകരിക്കാനും പിന്നെ ഉള്ള സംഘങ്ങൾക്ക് വനിതാ കുടുംബശ്രീകളാണെങ്കിലും അവർക്കുള്ള പക്ഷിവിള കിറ്റുകളും അങ്ങാട വിത്തുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ ഈ പേരൊക്കെ കളക്ട് ചെയ്ത് അതായത് ഗ്രാമസഭയിൽ നമ്മൾ ലിസ്റ്റ് പാസ്സാക്കി വിടണം. അപ്പം അങ്ങനെ ആ രീതിയിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവരിന്ന് അപേക്ഷകൾ കളക്ട് ചെയ്ത് എത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ വർഷമാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതികളിലെ അതായത് നമുക്ക് പകുതിയിലധികം കിറ്റുകൾ ഈ കുട്ടിക്ക് ഗ്രാമപഞ്ചായത്തിൽ എത്തിക്കുവാൻ സാധിച്ചെന്ന് അഭിമാനമുണ്ട്. കാരണം 10,200 പക്ഷികളെ കിറ്റുകൾ ഇറക്കി നമ്മൾ പകുതി നമ്മുടെ ഇങ്ങോട്ട്, കാരണം നമ്മൾ ആളിൽ നിന്ന് അപേക്ഷ ഫോം കളക്ട് ചെയ്ത് നമ്മൾ കൊടുത്തു, ഇത് എത്തിക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും ഒരു ചെറിയ പദ്ധതി ആയിക്കൊള്ളട്ടെ നമുക്ക് അർഹമായത് എന്താണോ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്റെ അഭിപ്രായം. ഫണ്ട് എത്ര ഫണ്ട് എങ്ങനെ ആയിക്കൊള്ളട്ടെ ഉള്ളത് നമ്മൾ ചെയ്തു തീർക്കുക, അതാണ് എന്റെ അഭിപ്രായം. അതാണ് നമ്മുടെ പദ്ധതികളിൽ ഉള്ള പ്രധാനപ്പെട്ടത്. ഓക്കെ, വളരെ നന്ദി നമ്മുടെ പരിപാടിയുമായിട്ട് സഹകരിച്ചതിന്. താങ്ക് യു. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് തേമ്പഴി ഈസ്റ്റിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായിട്ട് കൈച്ചിഹ്നത്തിൽ മത്സരിക്കുന്ന അനു ഷിജു എന്ന എനിക്ക് എല്ലാവരും വോട്ട് ചെയ്യുന്ന വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന രജി വാര്യാമറ്റത്തിനും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് P.G. രാജ് സാറിനും കൈ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു.